നമസ്കാരം. പ്രധാന വാർത്തകൾ. VSന് വിടചൊല്ലാൻ കേരളം. അവസാനമായി ഒരു നോക്ക് കാണാൻ AKG സെന്ററിലേക്ക് ഒഴുകി ജനസഞ്ചയം. തിരുവനന്തപുരത്ത് AKG പഠന കേന്ദ്രത്തിലെ പൊതുദർശനം തുടരുകയാണ്. നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് AKG സെന്റർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ക്യൂ. പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ പതിനായിരങ്ങളാണ് AKG സെന്ററിലേക്ക് ഒഴുകിയെത്തുന്നത്. പലരും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. VS ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണെന്ന് ക്യൂവിൽ നിൽക്കുന്നവർ പറയുന്നു. വീട്ടിലെ മുതിർന്ന അംഗം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് VSന്റെ വിയോഗമെന്നും പ്രതികരണം. VSനെ കണ്ടേ മതിയാകൂ, ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നും പ്രതികരണങ്ങൾ ഉയർന്നു. 7:15 VSന്റെ മൃതദേഹം AKG പഠന കേന്ദ്രത്തിൽ എത്തിച്ചത്. VSന്റെ വിയോഗം. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ രാവിലെ 7 മണി മുതലാണ് നിയന്ത്രണം. സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ലെന്ന് പോലീസിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നവർ പുളിമൂട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, രക്തസാക്ഷി മണ്ഡപം എന്നീ സ്ഥലങ്ങളിൽ ഇറങ്ങിയ ശേഷം ദർബാർ ഹാളിലേക്ക് പോകണം. പൊതുദർശനത്തിനായി വരുന്നവരുടെ ചെറിയ വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി പാർക്കിംഗ് ഗ്രൗണ്ട്, ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട്, ടാഗോർ തിയേറ്റർ ഗ്രൗണ്ട്, തൈക്കാട് PTC ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം. വലിയ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിലും കവടിയാറിലെ സാൽവേഷൻ ആർമി ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം. പാർക്കിംഗ് സ്ഥലങ്ങളിലല്ലാതെ പ്രധാന റോഡിലും ഇട റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. വിലാപയാത്ര കടന്നുപോകുന്ന സെക്രട്ടേറിയറ്റ്, PMG പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ് വരെയുള്ള റോഡിന്റെ വശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. VSന് ആദരം. നാളത്തെ എല്ലാ പരീക്ഷകളും ഇന്റർവ്യൂകളും മാറ്റിവെച്ചെന്ന PSCയുടെ അറിയിപ്പ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ നാളത്തെ എല്ലാ പരീക്ഷകളും ഇന്റർവ്യൂകളും മാറ്റിവെച്ചെന്ന PSCയുടെ അറിയിപ്പ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും PSC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചതിനൊപ്പം 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. നാളത്തെ പൊതു അവധി സംസ്ഥാനത്തെ ബാങ്കുകൾക്കും ബാധകമാണ്. വിഭജികയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. എംബാമിംഗ് ഷാർജയിൽ പൂർത്തിയാക്കും. മൃതദേഹം നാളെ വൈകിട്ട് 5:40 വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിലെ അൽനഹദയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ വിഭജികയുടെ മാതാവ് ശൈലജ ഉൾപ്പെടെയുള്ള കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിലാണ് വിഭജിക ജോലി ചെയ്തിരുന്നത്. ഭർത്താവ് നിതീഷും UAEയിലാണ് താമസിക്കുന്നത്. വിഭജികയുടെ മകൾ വൈഭവയുടെ മൃതദേഹം UAEയിലാണ് സംസ്കരിച്ചത്. ജബൽ അലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. 2 കുടുംബങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് ജഗദീപ് ധൻഖർ. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി. മെഡിക്കൽ ഉപദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് രാജിവെക്കുന്നതെന്നും അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും രാജിക്കത്ത് സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതേസമയം അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി NDA ചർച്ച ആരംഭിച്ചതായാണ് വിവരം. വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന.